Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Okay. Yeah, start here, നമുക്ക്. Prior, third of day, sign. Okay, start you. Okay, ma'am. Good afternoon, ma'am. Everything I am, everything I am, everything I be, everything I be. I give it you, Lord. I give it you, Lord, and do it thankfully, thankfully. Everything I have, everything I have, all you given me, all you given me. I give it you, Lord, I give it you, Lord, and do it thankfully, thankfully. Every day song I sing, every day price I bring, everything I do is a gift to you, is a gift to you, is a gift to you. Thank you, ma'am. Okay, then thought of the day or signing. Okay, good morning, everyone. Good morning, ma'am. Thought of the day. Don't try to overhaul your life overnight. Instead, focus on making one small change at a time. Over time, those small changes will add up to big transformation. Don't give up. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിക്കരുത്. പകരം ഒരു സമയം ഒരു ചെറിയ മാറ്റം വരുത്തുന്നതിൽ ശ്രദ്ധിക്കുക. കാലക്രമേണ ഈ ചെറിയ മാറ്റങ്ങൾ വലിയ പരിവർത്തനത്തിലേക്ക് നയിക്കും. പിന്മാറരുത്. താങ്ക് യു. Okay, next. കഴിഞ്ഞോ? Okay. Signing ഇല്ലാലോ ma'am. കഴിഞ്ഞില്ല? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതോ? സൈൻ ആരും പറഞ്ഞിട്ടില്ല, സൈനോട്ടിനെ ആവുള്ളൂ. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, yeah. So, active voice and passive voice നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഇല്ലേ? ആണോ? ചെയ്തു മാം. ടെസ്റ്റ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എളുപ്പമായിരുന്നോ? ക്ലിയർ ആണല്ലോ? ഇനി വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫസ്റ്റ് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ, എക്സാമിനും അങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ ആണ് മാം, ആ ഭാഗം ക്ലിയർ ആണ്. Clear. Okay, yeah. So, moving on, the next chapter or unit, direct and indirect speech. Okay. അങ്ങനെയും പറയാം, റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയാം. ഓക്കെ, ഏതാണെങ്കിലും സെയിം ആണ്. സ്പീച്ച്, ഇൻഡയറക്ട് സ്പീച്ച് ഓർ റിപ്പോർട്ട് സ്പീച്ച്. ഓക്കെ, ക്ലിയർ? കുറച്ച് പഠിക്കേണ്ട ഒന്നാണ് ഇത്. ഓക്കെ, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിനെ പോലെയല്ല, കുറച്ച് പഠിക്കേണ്ടതുണ്ട്. അത് മാത്രമേ നമുക്ക് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുന്ന ഒരു കാര്യം അത് തേർഡ് പേഴ്സണോട് പറയുമ്പോ നമ്മൾ എന്താ ഇത് റിപ്പോർട്ട് ചെയ്യാന്ന് പറയും അല്ലെ? അതിനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം ഡയറക്റ്റ് ആണ്, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. അത് നിങ്ങൾ കേട്ടിട്ട് മറ്റൊരാളോട് പോയി റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? Okay. Yes, ma'am. Yes, clear. Okay. So, ഇവിടെ അത്യാവശ്യം എന്താണ് pronoun, subject, pronoun, ഇതൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. Then time, place, adverb ആണ് ട്ടോ. Adverb of time and place ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, അതുപോലെ തന്നെ ഒരുപാട്
കണ്ടോ ഇത്രയും കാര്യങ്ങൾ ചേഞ്ചസ് വരുന്നത്. ഈ ടേബിൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടാവുന്നതാണ് കേട്ടോ. ടേബിൾ എന്തായാലും പഠിക്കണം, മസ്റ്റ് ആണ്. ടെൻസിൽ വ്യത്യാസം വരുന്നത്, ടെൻസ് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. സബ്ജക്ട് മാറുന്നതും ടൈം ആൻഡ് പ്ലേസിൽ വരുന്ന ചേഞ്ചസും ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റൂ. ടൈമും ടുനൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റിലേക്കൊക്കെ മാറും. ടുഡേ, ദാറ്റ് ഡേ, എഗോ, ബിഫോർ, നൗ, ദെൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഡയറക്റ്റ്ലി നൗ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്റേർലേക്ക് മാറ്റുമ്പോൾ അവിടെ നൗ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല, അത് ദെൻ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോ ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. ഓക്കെ, യെസ്. സോ നോട്ട്ബുക്ക് എടുക്കാം. Take your notebook and write down the heading or chapter name, direct and indirect speech, and yeah. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റിനെ ഇന്ത്യയിലേക്ക് മാറ്റാനും ക്വസ്റ്റ്യൻസിനെ ഇന്ത്യയിലേക്ക് മാറ്റാനും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചേഞ്ചസ് എന്താണെന്ന് അറിയാനും എംബ്രേജീസിനെ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുന്നുണ്ടോ, അതുപോലെ തന്നെ എക്സ്പ്ലനേഷന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. 4 പോർഷൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ടെക്സ്റ്റ് കാണുന്ന പോലെ ഭീകരമായിട്ടൊന്നും തന്നെ ഇല്ല. നോട്ട്ബുക്കിൽ എഴുതി വരുമ്പോൾ അത് വളരെയധികം സിമ്പിൾ ആണ്. ഫസ്റ്റ് മനസ്സിലാക്കാം. സോ ചാപ്റ്റർ നെയിം എഴുതിയാലോ? ഇനി ടേബിൾ വരയ്ക്കാം. 2 ടേബിള് ഇതേപോലെ 2 ടേബിള് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്തിട്ട് ടേബിൾ ഇങ്ങനെ വരും. ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് മാത്രം എഴുതാൻ മതി, ഒന്നും എഴുതണ്ട. ഞാൻ പറയുന്നത് മാത്രം എഴുതാം. ആൻഡ് ഇതേപോലെ തന്നെ ഹെഡിങ് കൊടുക്കാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ഹെഡിങ് കൊടുക്കുക. ഓരോ ടെൻസിലും ചേഞ്ചസ് വരുന്നുണ്ട്. ഡയറക്റ്റ്ലി പറയുന്ന ടെൻസ് ആയിരിക്കില്ല, നമ്മൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ടെൻസിൽ മാറ്റം വരും. അവിടെ എന്തൊക്കെയാണ് ഇത് ടെൻസ് എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്നാണ് നമ്മൾ ഈ ടേബിളിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ടേബിൾ വരച്ചു കഴിഞ്ഞെങ്കിൽ എന്നോട് പറയാം എന്താണ് നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടതെന്ന് ഞാൻ പറയും. കംപ്ലീറ്റ്? Is it finished? Yeah. Okay. So direct speech lo simple present neda. Simple present tense അറിയാലോ, ടെൻസ് ആണെന്ന് അറിയാലോ. അപ്പൊ ടെൻസ് നേതാ സിമ്പിൾ പ്രസന്റ് മാത്രം എഴുതുന്നെങ്കിൽ അത് എഴുതാം. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതാം. ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ നോട്ടാണ്. നിങ്ങൾക്ക് ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതാം. സോ ഡയറക്റ്റ് സ്പീച്ചിലോ സിമ്പിൾ പ്രസന്റ് നേതാ. സിമ്പിൾ പ്രസന്റ് ഇന്റേർലേക്ക് പോകുമ്പോൾ എന്താ അത് സിമ്പിൾ പാസ്റ്റ്. യെസ്, അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് സിമ്പിൾ പാസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, ടെക്സ്റ്റ് ടെൻസിൽ വരുന്ന വ്യത്യാസം മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. സെന്റൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ടെൻസ് മാത്രം. അപ്പൊ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. അതുപോലെ തന്നെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. Then present perfect, past perfect. Present perfect changed into past perfect. Okay. Yeah. ഇത്രയേ ഉള്ളൂ പ്രസന്റ് ടെൻസിൽ. അതിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഓക്കെ, ഇനി പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എങ്ങോട്ടാ മാറാ? സിമ്പിൾ പാസ്റ്റ് ചേഞ്ച് into past perfect. Simple past changed into past perfect. Okay. Next, past perfect. So, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് റീഡിങ് പറയാം കേട്ടോ. ഡയറക്ട്ലി വരുന്നു, ഇൻഡയറക്ട്ലി വരുന്നു. സിമ്പിൾ പ്രസന്റ് ഡയറക്ട്ലി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇൻഡയറക്ട്ലി മാറുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. സോ ഇത്രയേ ഉള്ളൂ പ്രസന്റ് ടെൻസിൽ. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. സോ സിമ്പിൾ പാസ്റ്റ് ചേഞ്ച് into പാസ്റ്റ് പെർഫെക്റ്റ്. Simple past changed into past perfect, and past continuous changed into past perfect continuous. Past continuous changed into
past perfect continuous. Clear ഉണ്ടല്ലേ? Yeah. അതൊക്കെ പറയാം. Simple present, simple past ലേക്ക് and present continuous, Past continuous. past continuous, simple present perfect, past perfect. Yeah. Present tense complete അല്ലേ? Yes, ma'am. Simple past എന്തൊക്കെ ma'am? Simple past, past perfect. Simple past, past perfect. Past continuous, past perfect continuous. Past continuous, perfect change ഉണ്ടോ മിസ്സേ? past perfect ഇല്ല കേട്ടോ. Past continuous, past perfect continuous അല്ലേ? Past continuous, past perfect continuous ലേക്ക് മാറും. Okay ma'am, next. Okay, അപ്പൊ അത്രയേ ഉള്ളൂ പാസ്റ്റ്. പാസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദി പാസ്റ്റ് എന്നെഴുതാം. സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദി പാസ്റ്റ്. ഡയറക്റ്റില് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് എഴുതാം. ഇൻഡയറക്റ്റില് സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദി പാസ്റ്റ് എന്നെഴുതാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എഴുതാട്ടോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഡയറക്റ്റില്, ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ്. സെയിം തന്നെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇൻ ദ പാസ്റ്റ്. സെയിം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറയാമോ? സിമ്പിൾ ഫ്യൂച്ചർ ഡയറക്റ്റില് സിമ്പിൾ ഫ്യൂച്ചർ, ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോ സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. അങ്ങനെ തന്നെ എഴുതണം. സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇൻ ദ പാസ്റ്റ്. സെയിം. ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇൻ ദ പാസ്റ്റ്. ഇതേപോലെ തന്നെ എഴുതാം. ഓക്കെ, കംപ്ലീറ്റഡ്. Yes, ma'am. Yeah. ഇനി നെക്സ്റ്റ് ക്യാൻ. ക്യാൻ എഴുതാം. ഡയറക്റ്റ്ലി ക്യാൻ, അത് കുഡ് ആയിട്ട് മാറും. ക്യാൻ കുഡ് ആയിട്ട് മാറും. വില്ല് ഗുഡ് ആയിട്ട് മാറും. വില്ല് ഗുഡ് ആയിട്ട് മാറും. ഷാൽ ഷുഡ്, ഷാൽ ഷുഡ്. ക്യാൻ കുഡ്, വിൽ ഗുഡ്, ഷാൽ ഷുഡ്, മേ മൈറ്റ്, മേ മൈറ്റ്. ഇങ്ങനെയാ ചേഞ്ചസ് വരാം. മേ മൈറ്റിലേക്ക് മാറും. Can good, shall should, will good, may might. Okay, clear? Table complete അല്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ലാസ്റ്റ് പറഞ്ഞത് ഏതാ? മേ ആണോ? മേ. മേ മൈറ്റിലേക്ക് മാറും. മേ മൈറ്റ്. ഓക്കെ. ഇങ്ങനെയാണ് ടെൻസിന് വരുന്ന ചേഞ്ചസ്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഞാൻ പറയുന്ന സെന്റൻസ് എഴുതാം.
he said, I like ice cream. He said, I like ice cream. So let's change into record speech. Okay. I like ice cream. He said, I like ice cream. So the tense, ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു വരും. അപ്പൊ നിങ്ങൾ എന്താ എഴുതാ? He said that, ഒരു ദാറ്റ് വേണം. He said that, അവൻ അങ്ങനെ പറഞ്ഞു. എഴുതിക്കോളൂ. He said that I എന്താ അവിടെ? അവൻ പറഞ്ഞു. അവനാണ്. He. Yeah. He said that he, simple present tense ആണ്. അതെങ്ങോട്ടേക്ക് മാറും? Simple past. Simple past. അപ്പൊ എങ്ങനെ വരും? ലൈക്ക് ഒക്കെ എന്തായിട്ട് വരും? Liked. Yeah. He said that he liked ice cream. Very good. Very good. He said that he liked ice cream. Next, she said, I live in Delhi. She said, I live in Delhi. Report speech. He said that I live in Delhi. സെന്റൻസ് കറക്റ്റ് അല്ലേ മിസ്സേ? ഒന്നും കൂടി പറയാം. ഞാൻ ടൈപ്പ് ചെയ്യാം. സെഡ് കഴിഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ ആട്ടോ. കൊട്ടേഷനിൽ വേണം ഐ ലിവ് ഇൻ ഡൽഹി എഴുതാൻ. ഓക്കെ, ഇതൊന്ന് ചേഞ്ച് ചെയ്യൂ. She said I live in Delhi. she said that she lived in Delhi. എന്തോ? She said that she lived in Delhi. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. Yeah, she said that she lived in Delhi. Okay. Next, she said she works in New York. She works in New York. She works in New York. She said that she worked in New York. Yeah, correct, Anna. Next, Sam said Simi loves to eat biryani. Sam said Simi loves to eat biryani.
Sam said that Simi liked loved അല്ലേ liked ആണോ loved അല്ലേ അല്ല loved to eat ബിരിയാണി എന്നാണ് കേട്ടോ. അടുത്തത് he said he goes to school daily. He said he goes to school daily. First ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടേ. He said he goes to school daily. Yeah, he said that he went to school daily. Yeah, correct ആണ്. Doubt ആയോ? Doubt ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇല്ല മിസ്, ഇതുവരെ ക്ലിയർ ആണ്. ഇതുവരെ വളരെ ക്ലിയർ ആണ് അല്ലെ? ഇത് നമ്മളിപ്പോ നോക്കിയത് സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് പാസ്റ്റ്. പാസ്റ്റ് അല്ല, കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ്. He said, I'm living in Dubai. He said, I'm living in Dubai. Present continuous ആണ്. So അത് ഏത് ടെൻസിലേക്കാ മാറാം? Past continuous. Yes. Change ചെയ്യൂ. He said that he was living in Dubai. Yeah. She said, I am going out. Yeah, just wait a second. Yeah, she said that she was going out. Yeah. Correct. Then Sam said, I'm playing football.
Okay, എഴുതാലോ, ടൈപ്പ് ചെയ്യണ്ടല്ലോ. Sam said, I'm playing football. Sam said, I am playing football. Sam said, I am playing football. Sam said that he's playing football. Yeah, Sam said that he was playing football. Yeah, correct, right? ഓക്കെ, അപ്പോ പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസന്റും ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? മിസ്സേ, ഇതിപ്പോ ഒരു പേഴ്സൺ പറഞ്ഞതല്ലേ, ഇനി ഒരു ഗ്രൂപ്പ് പേഴ്സൺ പറഞ്ഞ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു അതായത് ദേ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയെന്നൊരു ഉദാഹരണം പറഞ്ഞു തരുമോ? നീ വെച്ചിട്ട് സബ്ജക്റ്റ് ആയി മാറണം. ആ ദേ വെച്ചിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞു തരും മിസ്സേ. പിന്നെ ഓഫ്കോഴ്സ് പറയാലോ. ഇതോടെ കഴിഞ്ഞില്ല. ഞാൻ ഈ ടെൻസ് ഒന്ന് പ്രസന്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാല് കൂടുതലും നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ഇത് വരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം, ഇത് ക്ലിയർ ആണ്. പക്ഷെ ഇത് നമ്മൾ ഒരു പേഴ്സൺ പറയണതിനെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഇനി ദേ വരുമ്പോ എങ്ങനെയാകും അറിയാൻ വേണ്ടിട്ടാ. അതിന് കേട്ടോ. ഇനി പ്രസന്റ് പെർഫെക്റ്റോടെ കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ് കംപ്ലീറ്റ് ആകും. ഓക്കെ, അത് കഴിയുമ്പോൾ അത് ഞാൻ കുറെ എക്സസൈസ് തരുമ്പോ നമുക്കാണ് ചെയ്യാം. ഓക്കെ മാം. നെക്സ്റ്റ് he said, I have eaten food. I have eaten food. He said, spelling mistake അല്ലേ? He said, I have eaten food. അത് present perfect. എങ്ങോട്ടേക്കാ മാറാം? ടെൻസിലേക്കാ മാറാം? Past perfect. Past perfect. Okay. She said, I have gone to school. He had eaten a lot of. He had eaten. Yeah. Sorry. The question I have done. He said that today. He said that he had eaten food. Okay. That today. അടുത്ത question ആണ്. She said, I have gone to school. She said, I have gone to school. She said that he had went to school. Yeah. Next step.
They said we have played cricket. എന്ത് വരും? They said that they had played a answer തന്നെ പറഞ്ഞു. They said we have played cricket. അവര് പറഞ്ഞു ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അല്ലെ. ഞങ്ങൾ എന്താകും? ഞങ്ങൾ അവര് തന്നെയല്ലേ വരാം. അവര് പറഞ്ഞു അവര് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നല്ലേ പറയുള്ളൂ. they had അല്ലേ വരും മിസ്സേ? എങ്ങാടേ വരുള്ളൂ. ഓക്കെ മിസ്സേ. അത്രയും ഉള്ളൂ. ബാക്കി വേറെ ഒരാള് തന്നെ കുറെ പേര് തന്നെ ഒരുപാട് അങ്ങ് സംസാരിക്കില്ല. അതിനുണ്ടെങ്കിൽ ഈ ദേ സെഡ് ബി വെച്ചിട്ടേ വരുള്ളൂ. ബി ദേ ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഈ റെക്കോർഡ് സ്പീച്ചിൽ വരില്ല. കൂടുതലും ഹി സെഡ് അല്ലെങ്കിൽ ഒരു പേരായിരിക്കാം, അല്ലെങ്കിൽ വോയിസ് സൈഡ് എന്ന് പറഞ്ഞേ വരുള്ളൂ. കൂടുതലും ഐ വെച്ചിട്ടായിരിക്കും. പിന്നെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വരുള്ളൂ. They said we are playing football അല്ലെങ്കിൽ we play football എന്നൊക്കെ പറഞ്ഞ് ബി വെച്ചിട്ട് വരും. ബി ദേ ആയിട്ട് മാറുന്നു. അത്രയേ ഉള്ളൂ. വേറെ ചേഞ്ചസൊന്നോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയല്ലോ. ഒരു സബ്ജക്ട് മാത്രമല്ല, ഒരുപാട് സബ്ജക്ട് വെച്ചും പറഞ്ഞു. സോ ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആണ് മാം. യെസ്, ക്ലിയർ ആണ്. അപ്പോ ഇതുപോലെ തന്നെയാണ് അടുത്ത ടെൻസ്. അതായത് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ടെൻസ്. ഏറ്റവും സിമ്പിൾ എന്ന് വെച്ചാല് പ്രസന്റ് ടെൻസ് അങ്ങനെ തന്നെ എടുത്ത് പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ ആണ്. പക്ഷേ പാസ്റ്റ് എങ്ങനെയാണോ? സിമ്പിൾ പാസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറാം. Past perfect. പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ? അത് കുറച്ചൊരു കൺഫ്യൂഷൻ ആണ്. അത് നോക്കി. He said I wrote a story. എങ്ങനെ വരും? ഇനി സിമ്പിൾ പാസ്റ്റ് ഇല്ല ടീച്ചർ. സിമ്പിൾ പാസ്റ്റ്. He said that he write a story now. She said that He write a story now. no. Simple He past. had written a story. He had written a story. He said he had. എന്താണ്? has ആണോ had ആണോ വരാം? Had. ആണ്. He said he had written a story എന്ന് വരും. He had written a story. He said he had written a story. Okay. Next. She said I played piano. That we can miss connecting that. Story. He said that he had written a story. Next, she said I played piano. She said that she had played piano. Yeah, correct.
The boy said, I went to school. I went to school. The boy said, I went to school. അവിടെ V3 ഫോം അല്ലേ ടീച്ചർ? Yeah. അപ്പൊ ഗോൺ അല്ലേ വരിക? Hello. The boy said that he had gone to school. Gone ആണ് വരാ. Simple past, past perfect ആണ് നോക്കുക. Okay, next. He said, I was reading a book. കുറച്ച് സ്പെല്ലിംഗ് വിട്ടുപോയിട്ടുണ്ട്. അത് ഞങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചു. എന്തോ അത് ഞങ്ങൾ ക്ലിയർ ചെയ്തോണ്ട്. Said, I was reading a book. പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പാസ്റ്റിലെ 2 ടെൻസ് അല്ലേ ഉള്ളൂ. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും. അത് രണ്ടേ നമ്മൾ എഴുതിയിട്ടുള്ളൂ ടേബിളില്. Yes, ma'am. Yes, ma'am. ഓക്കെ, ചേഞ്ച് ചെയ്തോളൂ. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? അതെ. ഓക്കെ. He said, I was reading a book. ചേഞ്ച് ചെയ്യൂ. ഫ്യൂച്ചറോട് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചേഞ്ച് ചെയ്യൂ. He said, I was reading a book എന്നുള്ളത് he said that he had been reading a book എന്നാണ്. എന്നാണോ എന്നല്ല, എന്നാണ്. സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മാറാം. ഓക്കെ, 3 മിനിറ്റ്സിലാക്കിയാൽ മതി. Then അവിടെ ഹാഡ് ബീൻ വരികയാണ് മിസ്സേ. അതെ അതെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാഡ് ബീൻ വരില്ലേ? ഹാഡ് ബീൻ വരും. അപ്പൊ ഹാഡ് ബീൻ ടെൻസ് മറന്നാ ഫുള്ള് പോവും. അതിന്റെ ആ സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കണം പറയാ. അതാണ് മെയിൻ. ടെൻസ് ഇപ്പോഴും ഞാൻ പറയാണ്, ടെൻസ് ഒരിക്കലും മറക്കരുത്. മറന്നു കഴിഞ്ഞാല് ആക്റ്റീവ് വോയിസ് പോകും, റിപ്പോർട്ട് സ്പീച്ചും പോകും. ഓക്കെ, ബൈഹാർട്ടായിരിക്കണം, മനസ്സിലാക്കി പഠിക്കണം. ടെൻസ് എപ്പോഴും മനസ്സിലുണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് ചോദിച്ചാല് സ്ട്രക്ചർ അപ്പം മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് she said, I was going to school. She said that she had been going to school. Correct. Sorry, school അല്ല, home ആണ്. Sorry, home. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പാസ്റ്റും
കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ വളരെയധികം സിമ്പിൾ ആണ്, ഒന്നുമില്ല അതില്, ഭയങ്കര സിമ്പിൾ ആണ്. അതായത് അത്രയേ ഉള്ളൂ. he said എഴുതിക്കോളൂ കേട്ടോ. he said I will play cricket. He said I will play ഇല്ലെങ്കിൽ കേട്ടോ, play ആഡ് ചെയ്യൂ. He said I will play cricket എന്ന് പറയുന്ന സെന്റൻസില് മാറ്റി വരുന്നത് എന്തായിരിക്കും? He said that. പറയൂ. He said that. He would play. Yeah, he would play cricket. അത്രയേ ഉള്ളൂ. വലിയ ഉണ്ടാകുന്നത് മാത്രം. He said that he would play cricket. വലിയ ഉണ്ടാകും. സ്പീഡ് കുറവാണല്ലോ ഇല്ലേ? അത് ഞാൻ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് വന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പിള്ളി വെച്ച് പറഞ്ഞുള്ളൂ. He said I will play cricket. അതിൽ പ്ലേ ഞാൻ മിസ് ചെയ്തു, ടൈപ്പ് ചെയ്തപ്പോ പ്ലേ അവിടെ വന്നില്ല. ഓക്കെ, അത് ഫ്യൂച്ചർ ആണ്. വില്ല് വരുമ്പോ അറിയാലോ ഫ്യൂച്ചർ ആണ്. അപ്പോ he said I will play cricket എന്ന് പറയുന്ന സെന്റൻസ് ടീച്ചർ ഇത് ഏത് ടെൻസ്? അത് കൊള്ളാം. ഇത് രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ ചെയ്തത് ആരെന്ന് ചോദിക്കുന്ന പോയിന്റ് കേട്ടോ. ഇല്ല അല്ല, ഈ ഇതൊക്കെ എഴുതി ഹെഡിങ് മാത്രം എഴുതിയാന്നുള്ളൂ. ഫ്യൂച്ചർ ഫ്യൂച്ചർ ആണ്. ടെൻസ് അറിയില്ലെന്ന് പറഞ്ഞാ ശരിയില്ല. He said I will play cricket എന്ന് പറയുന്ന സെന്റൻസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോ he said that he would play cricket. വില്ല് വുഡാകും. ഫ്യൂച്ചറില് ഏത് ഫ്യൂച്ചർ ആണെങ്കിലും, സിമ്പിൾ ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിക്കോട്ടെ, മാറ്റം വരുന്നത് വില്ലിന് മാത്രം. വില്ലും സബ്ജക്റ്റും മാറും, അത്രയേ ഉള്ളൂ. വില്ല് വുഡാകും, അതായത് ടെൻസിന് മാറ്റം വരുന്നില്ല. അതാണ് പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞത് വില്ല് വുഡാകുന്നത് കൊണ്ട് മാത്രമാണ്. എല്ലാ ടെൻസും ക്ലിയർ ആയോ? റിപ്പോർട്ട് സ്പീച്ചിൽ എല്ലാ ടെൻസും ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഫ്യൂച്ചർ സിമ്പിൾ ആണ്. അതിന് എക്സാമ്പിൾ അധികം വേണമെന്നേ ഇല്ല, വില്ല് വുഡാകുന്നത് മാത്രം. ഓക്കെ, ലാസ്റ്റത്തെ മാത്രം ഒന്ന് പറഞ്ഞുതരാം മിസ്സേ. അതെന്താ ഇൻ ദി പാസ്റ്റ് എന്ന് പറയുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദി പാസ്റ്റ് എന്ന് പറയുന്നത് വില്ല് ഫ്യൂച്ചർ ആണ് അല്ലേ? വില്ലിന്റെ പാസ്റ്റ് ഏതാ? Would. വുഡ്. അതുകൊണ്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്നത് വില്ല് വുഡാകുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഫ്യൂച്ചർ ടെൻസിൽ എല്ലായിടത്തും വില്ല് വുഡാകും. ഓക്കെ, അപ്പോ I will play cricket. I will be playing എന്നുള്ളത് എങ്ങനെ മാറും? I would be ആവോ മിസ്സേ? I would be അല്ല, സബ്ജക്റ്റ് മാറ്റി ഇഷ്ടമുള്ള He would be ആവോ? ഉള്ളൂ. ഹിയോ ഷിയോ സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. He would be ആകും, അവിടെ would be ആകും. വെർബിൽ അപ്പൊ ചേഞ്ച് ഒന്നും വരുത്തേണ്ടതില്ല അല്ലേ? ഹലോ, അവിടെ വെർബില് ചേഞ്ച് ഒന്നും വരുത്തേണ്ടതില്ല അല്ലേ? ഒന്നിനും അവിടെ ചേഞ്ച് ഇല്ല. വില്ല് വുഡാകുന്നേ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ച് അവിടെ ഇല്ല. ഏറ്റവും സിമ്പിൾ ആണ് ഫ്യൂച്ചർ ടെൻസ്. I will have playing ആണെങ്കിലോ, I will have playing. Will have ആവുമ്പോ would had ആഡോ? ഇത് തീരുമാനമാകും മിക്കവാറും. I will have ആകുമ്പോൾ I would have ആകും. Would have. He would have. അതെ, ഇതിന് ശേഷം എപ്പോഴാണ് ഹാഡ് വന്നിരിക്കുന്നത്? വില്ലിന് ശേഷം ഹാഡ് വരില്ല, ഹാവേ വരുള്ളൂ. അതെ അതെ, അപ്പൊ he would have ആകും. Future-ല് had ഇല്ല. would have ആകും. would have പ്ലേയിങ് അല്ല, പ്ലേഡ് ആണ്. മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുപിടിച്ചില്ല.
ഓക്കെ, എനിക്ക് തെറ്റിപ്പോയി, നിങ്ങൾ അറിഞ്ഞില്ല. മിസ്സേ പ്ലേയിങ് വരും, അപ്പൊ പ്ലേയിങ് വരുന്നല്ലോ. ഞാനത് പറയുന്നത് കേട്ടു, അതുകൊണ്ടല്ലേ. അല്ല മിസ്സേ, അവിടെ എന്താ വെർബില് മാത്രം വരുമെന്ന് ചോദിക്കുന്നതേ. ഇങ്ങനെ ഒരാളെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഒരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിച്ചു. അതിനുശേഷം വീട്ടിലാണ് ഐ വിൽ ഹാവ് പ്ലേഡ്. അതെന്ത് വരും? ഹി വുഡ് ഹാവ് പ്ലേഡ് വരും. അത്രയേ ഉള്ളൂ. 10th കഴിഞ്ഞു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഓക്കെ, അവിടെ നിന്നൊക്കെ ചോദിക്കും, എല്ലാ ടെൻസും കവർ ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാകും, ചെയ്യാം. അതിനുശേഷം മാത്രമേ ക്വസ്റ്റ്യനിലേക്ക് പോകുള്ളൂ. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ടേബിള്, ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ടേബിളുകളെല്ലാം പഠിച്ചിട്ട് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? സ്പീഡ് കൂടിയോ ചെറുതായിട്ട്? എന്താണ് നിങ്ങൾക്ക് എന്താ സംസാരിച്ചാൽ? ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ഫുൾ ടൈം ക്ലാസ് അല്ലേ എപ്പോഴും? പിന്നെ തെറ്റായി. മനസ്സിലായോ? ഹലോ, he said I will cricket പറഞ്ഞോ, അവൻ പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് കളിക്കും. അതിന്റെ മലയാളം അല്ലേ? അപ്പം അത് മറ്റേക്ക് മാറ്റുമ്പോൾ അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു തരുമോ? he said that, അവൻ പറഞ്ഞു അത് he would play cricket എന്ന് പറയുമ്പോ അവൻ കളിക്കും എന്ന് പറഞ്ഞു. അവന് കളിക്കായിരിക്കും. പക്ഷെ ഇതിന്റെ മലയാളം നിങ്ങൾ നോക്കണ്ടോ, ഒട്ടത്തിട്ടുള്ളൂ. നമുക്കിവിടെ റെക്കോർഡ് സ്പീച്ചിലേക്ക് മാറ്റായിട്ട് മാത്രം. അത് മലയാളത്തിൽ നമുക്ക് പറയാൻ പോകരുത്. അത് ആണെങ്കിൽ ശരി, മലയാളം നമ്മൾ ഡിക്കി ചെയ്യരുത്. മൊത്തം പോവും, കഴിഞ്ഞിട്ട് പോവും. ഈ കാണുന്ന ടേബിൾ ആണോ പഠിക്കേണ്ടത്? സ്ക്രീനിൽ കാണുന്ന ടേബിൾ ആണോ പഠിക്കേണ്ടത്? ടെക്സ്റ്റിലല്ലേ ഉണ്ടല്ലോ ടേബിള്. പ്രൊണൗൺസിന് വ്യത്യാസം വരുന്നത്, അഡ്വേർബ് ടൈമിലും പ്ലേസിലും വ്യത്യാസം വരുന്നത്, ഇതൊക്കെ ഇവിടെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്ന ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയും. സൈൻ ഇൻ 9 സൈൻ ഔട്ട് ഉണ്ടോ? Okay, ma'am. Everything will be okay in the end. If it is not okay, it is not the end. Sign out by Hasina. Yeah, okay. So, see you on the next class. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്നാണ്? മേ ബി ഫ്രൈഡേ ആണോ? കൂടുതൽ ചേഞ്ച് പറഞ്ഞിരുന്ന മിസ്. നമുക്ക് ചേഞ്ച് ചെയ്തു, കാരണം ഇംഗ്ലീഷ് അങ്ങനെ തീരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു. 11th chapter. Direct and indirect speech. 11th chapter. 11th ആണ്. അപ്പൊ ഓക്കെ, കുറച്ചുകൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ഇംഗ്ലീഷ് പെട്ടെന്ന് തീർക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, so thank you so much. See you on the next class. Thank you, ma'am. Okay, thank you, ma'am.